വാലില്ല കുറുക്കൻ. ഒരു കുറുക്കൻ ഇര തേടി നടക്കുമ്പോൾ അവൻ്റെ വാൽ എങ്ങനെയോ ഒരു കിണിയിൽ കുടുങ്ങി. കഷ്ടം, രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. അവൻ കിടന്ന് പിടഞ്ഞു, തിരിഞ്ഞു മറിഞ്ഞു, ഒരു രക്ഷയുമില്ല. അവസാനം ഊക്കോടെ ഒരു ചാട്ടം. ഹാവൂ, രക്ഷപ്പെട്ടു. പക്ഷേ വാല് മുറിഞ്ഞുപോയി. മറ്റു കുറുക്കന്മാരുടെ വാൽ നോക്കി നമ്മുടെ വാലില്ല കുറുക്കൻ അസൂയപ്പെട്ടു. തൻ്റെ മാനം കാക്കാൻ മറ്റു കുറുക്കന്മാരുടെ വാലുകൾ കൂടി നഷ്ടപ്പെടുത്തിയേ മതിയാവൂ എന്ന് അവൻ തീരുമാനിച്ചു. ഒരു ദിവസം വാലില്ല കുറുക്കൻ കാട്ടിലെ എല്ലാ കുറുക്കന്മാരെയും ഒരു യോഗം വിളിച്ചു കൂട്ടി. കുറുക്കന്മാരെല്ലാം എത്തിച്ചേർന്നു. വാലില്ല കുറുക്കൻ പിന്തിരിഞ്ഞു നിന്ന് തൻ്റെ അറ്റുപോയ വാലിൻ്റെ കുറ്റി അവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു: സുഹൃത്തുക്കളെ, വാലുണ്ടായിരിക്കുക എന്നത് വലിയ ശല്യമാണ്. അതില്ലാതാകുമ്പോഴാണ് വാലുള്ളതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന പല അസൗകര്യങ്ങളും മനസ്സിലാവുക. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, വരൂ, നമുക്ക് വാൽ മുറിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. വാല് ഇന്ന് ഒരു പഴഞ്ചൻ സമ്പ്രദായമായി മാറിയിരിക്കുകയാണ്. മറ്റു കുറുക്കന്മാർ ഇത് കേട്ട് നിശബ്ദരായിരുന്നു ചിന്തിച്ചു. അവരിൽ ചിലർ വാലില്ല കുറുക്കൻ പറഞ്ഞത് ശരിയാണെന്ന് കരുതി തങ്ങളുടെയും വാൽ മുറിച്ചു കളയണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ വൃദ്ധനായ ഒരു കുറുക്കൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു: താങ്കൾ വാല് മുറിച്ചു കളഞ്ഞത് താങ്കൾക്ക് കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നില്ലേ? അങ്ങനെ ഒരാപത്തിൽ ചെന്ന് പെടുമ്പോൾ ഞങ്ങളും വാല് മുറിച്ചു കളഞ്ഞ് രക്ഷ നേടിക്കോളാം. ഇപ്പോൾ ഞങ്ങൾ വാലോടുകൂടി നടക്കുന്നതിൽ തീർത്തും സന്തോഷിക്കുന്നു. വാലുകൊണ്ടുള്ള അസൗകര്യങ്ങൾ ഞങ്ങൾ സഹിച്ചുകൊള്ളാം. വൃദ്ധനായ ആ കുറുക്കൻ്റെ അഭിപ്രായം മറ്റുള്ളവരും ശരിവെച്ചു. വാലില്ല കുറുക്കൻ ഇളിഭ്യനായി മടങ്ങി. ഉപദേശങ്ങളെ വിവേകത്തോടെ സ്വീകരിക്കണം. ചിലരുടെ ഉപദേശങ്ങൾ പലപ്പോഴും നമ്മെ അബദ്ധത്തിൽ ചാടിക്കും. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ?